ചന്ദ്രകാന്തത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ച് നമ്മുടെ വല്യമ്മയോട് കാര്യം അവതരിപ്പിക്കുന്നത്. വേറെ നമ്മുടെ ഗൗതം സകലമായ പത്രങ്ങളിലും പരസ്യം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഗർഭപാത്രം ആവശ്യമുണ്ട്, എന്താ പറയാ, സന്മനസ്സുള്ള ഒരു യുവതി, ഒരു പെണ്ണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സകല പത്രങ്ങളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും തന്നെ നമ്മുടെ ഗൗതമിനോ നന്ദയ്ക്കോ ഒരു തിരിച്ചൊരു റിപ്ലൈ ആയിട്ട് വരുന്നില്ല കേട്ടോ. ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ഇന്ത്യവനത്തിൽ എല്ലാവരും ചർച്ചയിലാണ്. ഗൗതമിനും നന്ദയ്ക്ക് എന്തൊരു വിധിയാണ്, ആകപ്പാടെ സഹികെട്ട് ക്ഷമ കെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വഴിക്ക് തുനിഞ്ഞത് തന്നെ. പക്ഷെ ആ ഒരു വഴിയിലും ആരും തന്നെ താങ്ങായിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നമ്മുടെ വല്യമ്മയും മോഹിനിയൊക്കെ ചർച്ചയിലാട്ടോ. അപ്പോഴാണ് നമ്മുടെ പിങ്കി വന്ന് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. ഞാൻ തയ്യാറാണ്, ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ ഞാൻ എൻ്റെ ഗർഭപാത്രത്തിൽ വളർത്തി നിങ്ങൾക്ക് തന്നോളാം. അപ്പോൾ നമ്മുടെ പിങ്കി നമ്മുടെ വല്യമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മോഹിനിയും പവിത്രൊക്കെ പറയുന്നുണ്ട്, ഒന്ന് പോ പിങ്കി ചേച്ചി, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നുമല്ല, ചക്കയും മാങ്ങിയ തേങ്ങയൊന്നും അല്ല, ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിലിട്ട് 9 മാസം ചുമന്ന് തരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വല്ല ആലോചിച്ചിട്ടാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പടത്തിലെ സകലരും നമ്മുടെ പിങ്കിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പിങ്കി ട്രാക്ക് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. നന്ദയ്ക്കും ഗൗതമിനും വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തല്ലേ പറ്റൂ, ആദ്യത്തെ കുഞ്ഞിനെ ഞാനായിട്ട് ശപിച്ചു കൊന്നു എന്നല്ല ഇവിടെ എല്ലാവരും പറയുന്നത്, അതിന് ഒരു പ്രാശ്ചിത്തമായിട്ടെങ്കിലും വല്യമ്മ ഇതിനെ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വല്യമ്മയുടെ ആ ഒരു മൈൻഡ് മാറ്റിമറിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വല്യമ്മക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ എന്തായാലും വേണം താനും. അപ്പൊ മിക്കവാറും വല്യമ്മ സമ്മതിക്കും. അപ്പൊ നമ്മുടെ ഗൗതമിനും നന്ദയ്ക്കും പ്രഷർ കൂടും, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും നമ്മുടെ ആ ഒരു കുടുംബത്തിന്റെ ഒരു പ്രഷർ കാരണം അവർക്കും സമ്മതിക്കേണ്ടി വരും. ശേഷം നമ്മുടെ പിങ്കിയിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഗൗതമിന്റെയും ഇന്ദീവരത്തിന്റെയും ആ ഒരു കുടുംബാംഗങ്ങളുടെ എല്ലാ ശ്രദ്ധ പോകുകയും ലാസ്റ്റ് അവളിലും മാത്രമാവും സ്നേഹം. നന്ദയെ അവർ പുറന്തള്ളുന്ന രീതിയിലാവും. നന്ദയല്ലോ പിങ്കിയല്ലേ കുഞ്ഞിനെ ആ ഒരു നമ്മുടെ ഇന്ദീവരത്തിന്റെ അനന്തരാവകാശി തരാൻ പോകുന്നു. അപ്പൊ പിങ്കിയിലേക്കാകും എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും കരുതലും ഒക്കെ. പതുക്കെ പതുക്കെ നമ്മുടെ ഗൗതമിനും അങ്ങനെ തന്നെയാവും. നന്ദയെ എന്താ പറയാ, തള്ളിക്കളയുന്ന ഒരു പോലത്തെ ഒരു അവസ്ഥയിലോട്ട് മാറും നമ്മുടെ ചന്ദ്രകാന്ത് കേട്ടോ. അവസാനം എന്താകും കഥ എന്നൊന്നും കണ്ടു തന്നെ അറിയണോട്ടോ. ഇനി നമ്മുടെ പിങ്കി പോകെ നമ്മുടെ ഗൗതമിനും പിങ്കിയോടാകുമോ ഇഷ്ടം? നന്ദയെ പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്ത് നന്ദ ആ ഒരു സങ്കടത്തില് ദുഃഖത്തില് ഇന്ദീവരത്തിലൊന്നും തന്നെ ആരോടും പറയാതെ ഇറങ്ങി പോകുമോ എന്നും വരാട്ടോ കഥ. നമ്മുടെ ചന്ദ്രകാന്തം അല്ലേ, ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.